ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും KL13 പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ആസാമിലാണ്. ആസാമിലെ കാസിരംഗ എന്ന് പറയുന്ന ഒരു നാഷണൽ പാർക്കിൽ വന്നിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ റൈനോയും അതുപോലെ തന്നെ ഗോൾഡൻ ടൈഗറൊക്കെ ഉള്ള ഒരു അടിപൊളി കാടാണ്. അപ്പോൾ മോർണിംഗ് 6:30ക്കാണ് ഇവിടുത്തെ സഫാരി. ഇന്നലെ നമ്മുടെ ചേട്ടന്മാർ പറഞ്ഞത് ഇവിടെ 1-2 ദിവസമായിട്ട് മഴയുണ്ടെന്നാണ്. പക്ഷേ ഇപ്പോഴും മോർണിംഗ് ഒരു കാലാവസ്ഥയിൽ മഴയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളെ സ്റ്റേയും കാര്യങ്ങളൊക്കെ ഇതാണ്. അപ്പം നമ്മൾ ജിപ്സിക്കാണ് സഫാരിക്ക് പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ കാസിരംഗിൽ റെയിനോനെ തേടി നമുക്കൊരു യാത്ര അങ്ങ് പോകാം. ഇതാണ് നമ്മുടെ ജിപ്സി. ഈ ജിപ്സിയിലാണ് നമ്മൾ യാത്ര അങ്ങോട്ട് ആരംഭിക്കാൻ പോകുന്നത്. കാസിരംഗിൽ പ്രധാനമായിട്ടും 4 സോണുകളാണുള്ളത്. നമ്മൾ അതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ബഗോരി വെസ്റ്റേൺ റേഞ്ചിലാണ് ഇന്നത്തെ നമ്മുടെ സഫാരി പോകുന്നത്. നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 6-7 കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് വേണം നമുക്ക് സഫാരി സെൻറ്റർ എത്താനായിട്ട്. എന്തായാലും നമുക്ക് അവിടുത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകളെ കണ്ടിട്ട് വരാം. നമ്മളീ പോകുന്ന സോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വന്യമൃഗങ്ങളെ വളരെ അടുത്തും വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു ഫോറസ്റ്റ് ഡിവിഷൻ്റെ വനവിസ്തൃതി വരുന്നത് ഏകദേശം 135 സ്ക്വയർ കിലോമീറ്റർ ആണ്. അതിൽ 26 കിലോമീറ്ററാണ് നമുക്ക് സഫാരിക്ക് വേണ്ടി അനുവദിച്ചിട്ടുള്ളത്. ഇവിടെ രാവിലെ തന്നെ എലിഫൻറ്റ് സഫാരി ഉണ്ട്. അതിനുശേഷമാണ് ജിപ്സിക്കാരൊക്കെ കിടത്തി വിടുകയുള്ളൂ. എന്തായാലും അവർ സഫാരി കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നേരെ ഉള്ളിലേക്ക് പോകാം. എലിഫൻറ്റ് സഫാരിക്ക് ഏകദേശം 2000 രൂപയാണ് ഒരാൾക്ക് റേറ്റ് വരുന്നത്. അതും 1 മണിക്കൂർ മാത്രമായിരിക്കും സഫാരി ടൈം വരുന്നത്. മോർണിംഗ് 3 ഷിഫ്റ്റ് ആയിട്ടാണ് നമുക്ക് എലിഫൻറ്റ് സഫാരി വരുന്നത്. നമ്മൾ പോകുന്ന സോണിന് ഏകദേശം 4000 മുതൽ 4200 വരെയാണ് സഫാരിക്ക് റേറ്റ് വരുന്നത്. അതിൽ തന്നെ നമുക്ക് 6 പേർക്ക് സഞ്ചരിക്കാവുന്നതാണ്. എലിഫൻറ്റ് സഫാരിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മൃഗങ്ങളെ അതിൻ്റെ തൊട്ടടുത്ത് വരെ പോയി കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു എലിഫൻറ്റ് സഫാരിക്ക് ഒരു ആനപ്പുറത്ത് 4 പേർക്ക് വരെയാണ് സഞ്ചരിക്കാൻ സാധിക്കുന്നത്. നമ്മുടെ സഫാരി തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് ആദ്യം തന്നെ സൈറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കാസിരംഗിൽ ആരെയാണോ കാണാൻ വന്നത് അയാളെ തന്നെ ആദ്യം കണ്ടിട്ടുണ്ട്. ഇത് അധികം മെച്യൂർഡ് ആവാത്ത ഒരു ഫീമെയിൽ ആയിട്ടുള്ള ഒരു റൈനോ ആണിത്. ഒരു ഫീമെയിൽ റൈനോയ്ക്ക് അതിൻ്റെ സെക്ഷൽ മെച്യൂരിറ്റി എത്തുന്നത് ഏകദേശം 4 വയസ്സിലാണ്. എന്നാൽ മെയിലുകൾക്കാണെന്നുണ്ടെങ്കിൽ 8 മുതൽ 9 വർഷം വരെയാണ് അവരുടെ ഒരു സെക്ഷൽ മെച്യൂരിറ്റിയിലേക്ക് അവരെത്തുന്നത്. അതായത് പൂർണ്ണ വളർച്ചയിലേക്ക് അവരെത്തുന്നത്. ഫീമെയിൽ റൈനോകൾക്ക് ഏകദേശം 1000 മുതൽ 1600 വരെയാണ് ശരീരഭാരം വരുന്നത്. എന്നാൽ മെയിലുകൾക്കാണെങ്കിൽ 2000 മുതൽ 2800 വരെയാണ് മാക്സിമം ശരീരഭാരം വരുന്നത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫീമെയിൽ റൈനോ ആണ്. അത് തിരിച്ചറിയാനുള്ള 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, അതിൻ്റെ കഴുത്തിന് ചുറ്റുള്ള റിങ്. അത് മെയിലുകൾക്കാണെങ്കിൽ നല്ല വ്യക്തമായിട്ട് അത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കൊമ്പിൻ്റെ നീളം. ഫീമെയിലുകൾക്കാണെങ്കിൽ ചെറിയൊരു ചുറ്റോട് കൂടിയാണ് അതിൻ്റെ കൊമ്പ് മുളച്ച് കാണുന്നത്. എന്നാൽ മെയിലുകൾക്കാണെങ്കിൽ നീളമുള്ള കൂർത്ത കൊമ്പുകളും നല്ല കട്ടിയും കൂടുതലായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ സൈസിലും വ്യത്യാസമുണ്ട്. നമ്മൾക്ക് ഇത് തുടക്കം തന്നെ കിട്ടിയത് ഫീമെയിൽ ആയതുകൊണ്ടാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങനെ പറഞ്ഞത്. എന്തായാലും നമുക്കിതിൽ മെയിലിനെയും കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കാഴ്ചകളും നമുക്ക് ഈ വീഡിയോ തന്നെ കാണാം. നദീതീരങ്ങളിലെ ഉയരമുള്ള പുൽമേടുകളിലും ചതുപ്പ് നിലങ്ങളുമാണ് കൂടുതലും ഇവയെ കണ്ടുവരുന്നത്. കൂടുതലും ശരീരത്തിൻ്റെ താപനില നിയന്ത്രിക്കാനാണ് ഇവർ വെള്ളത്തിൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈച്ച, കൊതുക് അങ്ങനെയുള്ള പ്രാണിയിൽ നിന്നും സംരക്ഷണം നേടാനും ഒരു ദിവസത്തിൻ്റെ ഭൂരിഭാഗങ്ങളും ഇവർ സ്പെൻഡ് ചെയ്യുന്നത് വെള്ളത്തിൽ തന്നെയായിരിക്കും. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടാമൃഗത്തിൻ്റെ കാഷ്ടമാണ്. കണ്ടാൽ നമുക്ക് ചെറിയൊരു മൺകൂനൊക്കെ പോലെ തോന്നും. പക്ഷേ കണ്ടാമൃഗങ്ങൾ തോന്നിയ സ്ഥലത്ത് സാധാരണഗതിയിൽ കാഷ്ടിക്കാറില്ല. അങ്ങനെ ചെയ്യാനുള്ള കാരണം മെയിലുകളാണെന്നുണ്ടെങ്കിൽ ഇത് തൻ്റെ ടെറിട്ടറി ആണെന്ന് മറ്റുള്ള കണ്ടാമൃഗങ്ങളെ അറിയിക്കുന്നതും അതുപോലെ തന്നെ ഇതൊരു കെമിക്കൽ കമ്മ്യൂണിക്കേഷൻ ഹബ്ബായിട്ട് പ്രവർത്തിക്കുന്നു. കാരണം ഈ കണ്ടാമൃഗത്തിൻ്റെ കാഷ്ടത്തിൻ്റെ സ്മെല്ല് വഴി അവിടെ എത്തിയത് മെയിലാണോ ഫീമെയിൽ ആയിട്ടുള്ള കണ്ടാമൃഗമാണെന്ന് അറിയാനും പറ്റും. അതുപോലെ തന്നെ മെച്യൂരിറ്റി, ഹെൽത്ത് എല്ലാം ഈ ഒരു കാഷ്ടത്തിൻ്റെ സ്മെല്ലിലൂടെ മറ്റുള്ള കണ്ടാമൃഗങ്ങൾക്ക് അറിയാൻ സാധിക്കും. അങ്ങനെ നമുക്ക് അടുത്തൊരു സൈറ്റിംഗ് കിട്ടിയിരിക്കുന്നത് ഫീമെയിലായിട്ടുള്ള കണ്ടാമൃഗവും അതിൻ്റെ കുട്ടിയുമാണ്. അതായത് അമ്മയും കുഞ്ഞും തന്നെയാണ്. മെയിലുകൾ കൂടുതലും ഒറ്റയ്ക്ക് നടക്കാനും ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ കുട്ടിയായിട്ടാണ് കൂടുതലും നടക്കാൻ ആഗ്രഹിക്കുന്നത്. ഫ്രണ്ട്സ്, ഇത് നോക്കി എന്തോരം ആനയെ നോക്കി. ആസാമിൽ വന്ന് കണ്ടിട്ട് ആനകളുടെ കുറേ കൂട്ടത്തിനെ കണ്ടിട്ടുണ്ട്. അടിപൊളി കാഴ്ച കേട്ടോ. നമ്മുടെ ഈ കാസിരംഗ നാഷണൽ പാർക്ക് ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ആനകളുടെ സംരക്ഷിത വനമേഖലയിൽ ഒന്നാണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ആനക്കൂട്ടം കാസിരംഗയിലെ ബിഗ് 5-ൽ ഒന്നാണ്.
പ്രധാനമായും നമ്മുടെ ബിഗ് ഫൈവിൽ വരുന്നത് റോയൽ ബംഗാൾ ടൈഗറാണ്. അതുപോലെ തന്നെ ഏഷ്യൻ ആനകളും ഒറ്റക്കൊമ്പൻ റൈനോ, ബാരാസിംഗ, വൈൽഡ് വാട്ടർ ബഫലോ എന്നിവയാണ്. എന്തായാലും ഈ ആനകളെല്ലാം നല്ല ഓപ്പൺ ഏരിയയിലായതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ആനകളുടെ തൊട്ട് പുറകിലുള്ള ഒരു പുല്ലുണ്ട്. ആ പുല്ലിനെ എലിഫന്റ് ഗ്രാസ് എന്ന് പറയുന്നത് നമുക്കത് കാണാൻ പറ്റും. ഏകദേശം 10 മുതൽ 15 അടി വരെ ഉയരത്തിൽ വളരാൻ സാധിക്കുന്ന ഇവർക്ക് പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ആനയെ പോലും മറക്കാൻ സിമ്പിളായിട്ട് സാധിക്കും. അതുകൊണ്ട് നമുക്കെന്തായാലും അതിൻ്റെ മുൻവശത്ത് കൂടി കാഴ്ച കിട്ടിയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ വിസിബിളായിട്ട് കാണാൻ സാധിച്ചു. നേരെ മറിച്ച് ആ എലിഫന്റ് ഗ്രാസിൻ്റെ ഉള്ളിലായിരുന്നെങ്കിൽ നമുക്ക് ഇവയൊന്നും കാണാൻ പോലും സാധിക്കില്ലായിരുന്നു. ഈ ആനകളുടെയും കണ്ടാമൃഗങ്ങളുടെയും കാട്ടുപോത്തിൻ്റെയും മാനുകളുടെയൊക്കെ പ്രധാന ഒരു ഭക്ഷണം കൂടിയാണ് നമ്മുടെ ഈ എലിഫന്റ് ഗ്രാസ് വരുന്നത്. അതുപോലെ തന്നെ ടൈഗറിനും മറ്റു വൈൽഡ് ആനിമൽസിനും മനുഷ്യൻ്റെ കണ്ണിൽപ്പെടാതെ ഒളിച്ചിരിക്കാൻ പറ്റിയ നല്ലൊരു ഒളിത്താവളം കൂടിയാണ് നമ്മുടെ ഈ ഒരു എലിഫന്റ് ഗ്രാസ്. കസിരംഗയുടെ ഭൂപ്രകൃതിയുടെ ഒരു 41% ഏരിയ നമ്മുടെ ഈ എലിഫന്റ് ഗ്രാസാൽ മൂടപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ എല്ലാ സഫാരി സെന്ററിൽ പോയാലും പ്രധാനമായിട്ടും അവിടുത്തെ ഏറ്റവും പ്രായം കൂടിയ ഒരു പിടിയാനയാണ് ആ ഗ്രൂപ്പിനെ നയിക്കുന്നത്. കസിരംഗിൽ അങ്ങനെ തന്നെയാണ്. പക്ഷേ കസിരംഗിൽ മറ്റൊരു പ്രത്യേകം കൂടിയുണ്ട്. പ്രായപൂർത്തിയായിട്ടുള്ള എല്ലാ കൊമ്പനാനകളും കൂടുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അതിനെ മൽജൂരി എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന കൂട്ടത്തിലാണെങ്കിൽ കൊമ്പനാനകൾ കുറവാണ്. കൂടുതലും മീറ്റിംഗ് ടൈമിനാണ് ഇവർ കൂടുതലും ഈ ഗ്രൂപ്പിൽ വന്ന് ജോയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ കസരംഗിലെ മറ്റൊരു പ്രത്യേകത, ഇവിടെ ആനയും കണ്ടാമൃഗങ്ങളും മറ്റ് ആനിമൽസും ഒരു ഫുഡിന് വേണ്ടിയുള്ള ഫൈറ്റിംഗ് ഇല്ല. പ്രധാനമായിട്ടും ഇവിടെ ഫുഡും ജലത്തിൻ്റെ ലഭ്യതയും കൂടുതലായതുകൊണ്ട് തന്നെ ആനിമൽസ് തന്നെ ടെറിട്ടറി ഒന്നുമില്ലാതെ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇവിടുത്തെ ആനിമൽസ് എല്ലാം ജീവിച്ചു പോകുന്നത്. നമ്മുടെ കാസരംഗയിലെ ഈ ഒരു ആനക്കൂട്ടത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒക്ടോബർ ടു നവംബർ കാലഘട്ടങ്ങളിൽ നമ്മുടെ ബ്രഹ്മപുത്രയിലെ വെള്ളം ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് എലിഫന്റ് ഗ്രാസിൻ്റെ പുതിയ പുല്ലുകൾ കിളിർക്കും. ആ സമയത്ത് 100 മുതൽ 150 ആനകൾ വരുന്ന ഒരു ഗ്രൂപ്പ് തന്നെ ഈ ഒരു പുൽമേട്ടിൽ വരാറുണ്ട്. കാരണം അത്രയും പുല്ലിൻ്റെ ലഭ്യത ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഫൈറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇവരെല്ലാവരും കൂടി കൂട്ടമായിട്ട് പുല്ല് മേയുന്ന ഒരു പ്രതിഭാസം കൂടി ഇവിടെയുണ്ട്. അതിനെ മെഗാ ഹെഡ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ നമ്മൾ വരുന്ന ഈ വെസ്റ്റേൺ ബഗോരിയിലും അതുപോലെ തന്നെ സെൻട്രൽ കഹോറയിലുമാണ് സാധാരണയായിട്ട് ഈ കാഴ്ചകൾ കാണാറുള്ളത്. നമ്മൾ ഈ കാണുന്ന ഗ്രൂപ്പിൽ ഒരു ചെറിയ കുട്ടിയാനയുണ്ട്. നമ്മുടെ ചാനലിൽ വെച്ച് ഏറ്റവും ചെറിയൊരു കുട്ടിയാനെ കിട്ടിയിരിക്കുന്ന ഒരു വിഷ്വലാണിത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്പോട്ട് ബിൽഡഡ് പെൽക്കനാണ്. ഒക്ടോബർ ടു മാർച്ച് സമയങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ കണ്ടുവരുന്നത്. IUCNന്റെ റെഡ് ലിസ്റ്റിൽ വരുന്ന ഒരു ബേർഡും കൂടിയാണിത്. ഇന്ന് ഇന്ത്യയിൽ വെച്ച് ഏറ്റവും കൂടുതൽ പെലിക്കൻ ഉള്ളത് നമ്മുടെ കസിരംഗ നാഷണൽ പാർക്കിലാണ്. അങ്ങനെ നമ്മുടെ സഫാരി സോണിൻ്റെ ഒരു എൻഡ് ഭാഗം എത്തിയിട്ടുണ്ട്. കാരണം ഇവിടെ നിന്ന് നമ്മൾ വീണ്ടും തിരിച്ചു പോകണം. എന്തായാലും ഇപ്പോൾ ഈ കാണുന്ന ഭാഗങ്ങൾ നല്ലൊരു കാടിൻ്റെ ആംബിയൻസ് തന്നെയാണ്. കാരണം നേരത്തെ നമ്മൾ കണ്ടത് ചതുപ്പും അതുപോലെ തന്നെ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളായിരുന്നു. ഇവിടെ എന്തായാലും നല്ലൊരു കാടിൻ്റെ ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇവിടെ നിന്ന് എല്ലാ വണ്ടികളും തിരിച്ച് ഇനി സെയിം വന്ന റൂട്ടിൽ തന്നെ തിരിച്ചു പോകേണ്ടതാണ്. അങ്ങനെ നമ്മൾ ബിഗ് ഫൈവിലെ അടുത്തൊരു ആനിമലിനും കൂടി കണ്ടിട്ടുണ്ട്. ഇത് നമ്മുടെ വൈൽഡ് വാട്ടർ ബഫല്ലോ ആണ്. ലോകത്തിലെ തന്നെ അവശേഷിക്കുന്ന കാട്ടുപോത്തുകളിൽ വെച്ച് ഏറ്റവും വലിയ കൂട്ടം ഇന്ന് ജീവിക്കുന്നത് നമ്മുടെ കസിരംഗ നാഷണൽ പാർക്കിലാണ്. നമ്മുടെ മൂന്നാറിലും ചിന്നാറിലൊക്കെ നമ്മൾ കണ്ടുവരുന്ന കാട്ടിയാണ് നമ്മൾ സാധാരണയായിട്ട് കേരളത്തിലെ എല്ലാവരും തന്നെ കാട്ടുപോത്ത് എന്ന് വിളിക്കുന്നത്. പക്ഷേ റിയൽ ആയിട്ടുള്ള കാട്ടുപോത്ത്, അതായത് വൈൽഡ് വാട്ടർ ബഫല്ലോ എന്ന് പറയുന്നത് ഈ കാണുന്ന നമ്മുടെ കാട്ടുപോത്ത് തന്നെയാണ്. നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്ന കാട്ടിയേക്കാളും വലിപ്പം കൊണ്ടും രൂപം കൊണ്ടും തന്നെ വളരെ ശക്തരാണ് ഇവർ. ഇവരുടെ കൊമ്പുകൾക്ക് ഏകദേശം 1 മീറ്ററോളം നീളമുണ്ടായിരിക്കും. അതുപോലെ തന്നെ പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കാട്ടുപോത്തിന് 700 മുതൽ 1200 വരെ വെയിറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കന്നുകാലി വർഗ്ഗം അഥവാ കൊമ്പുള്ള സസ്തനികൾ, ബോവിഡ്സ് എന്നാണ് ഇതിന് ഇംഗ്ലീഷിൽ പറയുന്നത്. അതിൽ വെച്ച് ഏറ്റവും വലിയ കൊമ്പുള്ളത് നമ്മുടെ കാസരംഗിലെ ഈ ഒരു വൈൽഡ് വാട്ടർ ബഫലോയ്ക്കാണ്.
നമ്മളീ കാണുന്നത് ബ്രാഹ്മണി ഡക്കാണ്, അതായത് തങ്കത്താറാവ് എന്നൊക്കെ പറയും. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉയർന്ന തണുപ്പുള്ള പ്രദേശങ്ങളിൽ നിന്നും ഒക്ടോബർ ടു ഏപ്രിൽ കാലഘട്ടങ്ങളിലേക്ക് ഇന്ത്യയിലേക്ക്, നമ്മുടെ കാസിരംഗയിലേക്ക് വരുന്ന ദേശാടന പക്ഷികളാണ് ഇവർ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിമാലയം കീഴടക്കിയാണ് ഇവർ കാസിരംഗയിലേക്ക് എത്തിയിട്ടുള്ളത്. ഈ മരത്തില് ടൈഗറിന്റെ മാർക്കിംഗ് കാണാൻ പറ്റും കേട്ടോ. ഇത് കണ്ടോ, ടൈഗറിന്റെ മാർക്കിംഗ് ആണ്. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരെ വന്നിട്ടുണ്ട്. ദൂരെ വന്നതിന് ശേഷം ഇവിടെ ഒരു ബാത്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ബാത്റൂമിൽ പോയിട്ട് വീണ്ടും നമുക്ക് തിരിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഇവിടെ അതിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടോട്ടൽ എത്ര 1030 സ്ക്വയർ കിലോമീറ്ററാണ് ഈ ഒരു കാസിരംഗയുടെ ഈ ഒരു സോണിലെ ടോട്ടൽ ഇത് വരുന്നത്. അതുപോലെ തന്നെ ഇതാ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. നമ്മളീ കാണുന്നത് കാട്ടുപോത്തിൻ്റെ തലയാണ്. ഒന്ന് കൈ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിച്ചേ ബ്രോ, എന്തോരം ഇടുന്നത്. ആ പുള്ളി സ്ട്രെച്ച് ചെയ്ത് പിടിച്ചിട്ടുള്ളതിൻ്റെ അതിൻ്റെ സൈസ് കണ്ടോ, ഭയങ്കര സൈസാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ കാണുന്ന നമ്മുടെ കാട്ടീനേക്കലൊക്കെ ഇരട്ടിയുണ്ട്. ഈ കാണുന്നത് ആനയുടെ പല്ലാട്ടോ. അതാ ഈ കാണുന്നത് ആനയുടെ പല്ലാണ്. ഈ കാണുന്നത് ഇതിവിടെ ചെറുതായിട്ടൊരു ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. എന്താ അതിൻ്റെ താടിയുടെ ആ ഒരു ജോയിൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഈ വരുന്നത്. അതേപോലെ തന്നെ ഇതുണ്ടോ നമ്മുടെ വലിയ വാട്ടർ ബഫലോയുടെ കൊമ്പ്. ഇതെനിക്ക് പറഞ്ഞാൽ അധികം പഴക്കമായിട്ടില്ല. പഴക്കം മീൻസ് ഇതിൻ്റെ സ്കിന്നൊക്കെ ഇതാ അതുപോലെ അഴുകി വരുന്നത് കാണാൻ പറ്റും. ഇത് നമ്മുടെ റൈനോയുടെ ഇത് റൈനോയുടെ സ്കല്ലാണ്. ഇത് നമ്മുടെ സ്വാം ഡിയറിൻ്റെ ആണ്. ഇത് നമ്മുടെ ഹോക്ക് ഡിയറിൻ്റെ ഇച്ചിരി കൂടി വൈറ്റും നല്ല സ്മൂത്തിയാണ്. നമ്മൾ നേരത്തെ സഫാരിയിൽ കണ്ടെന്ന ആനക്കൂട്ടവും അതുപോലെ തന്നെ വേറൊരു ഗ്രൂപ്പും കൂടി ജോയിൻ ചെയ്യുന്നത് ഈ വീഡിയോ കാണാൻ പറ്റും. ഏകദേശം 10-40 ആനകൾ ഒറ്റ ഫ്രെയിമിൽ തന്നെ നമുക്കിതിൽ വരുന്നത് അറിയാൻ പറ്റുന്നുണ്ട്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാസിരംഗയിലെ ആനകൾ തൻ്റെ ആഹാരത്തിനും ജലത്തിൻ്റെ ലഭ്യതയ്ക്കും വേണ്ടി ഫൈറ്റ് ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള ആനിമൽസായിട്ട് കൊമ്പ് കോർക്കുന്ന ഒരു അവസ്ഥയൊന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും അത് വലിയൊരു ആഹാരത്തിൻ്റെ ലഭ്യതയും ആ ജീവികളുടെ ഒരു കൂട്ടായ്മ തന്നെയായിട്ട് ഇവിടെ കാണിക്കുന്നത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മെയിൽ റൈനോനെയാണ്. നമ്മൾ നേരത്തെ കണ്ട ഫീമെയിലിനെ അപേക്ഷിച്ച് മെയിലിന് നല്ല സൈസ് ഉണ്ട്. അതേപോലെ തന്നെ കൊമ്പിൻ്റെ നീട്ടവും നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റും, നല്ല ഷാർപ്പായിട്ടുള്ള കൊമ്പായിരിക്കും. ഇവയ്ക്കും സ്വന്തമായിട്ട് ടെറിട്ടറി ഉണ്ട്. അതായത് നമ്മുടെ കടുവേനും സിംഹത്തിനൊക്കെ പോലെ ഇവരും ഇവരുടെ ബൗണ്ടറി അടയാളപ്പെടുത്താറുണ്ട്. ഇവർ മറ്റുള്ള സ്ഥലത്ത്, അതായത് ഇവരുടെ ടെറിട്ടറി ഇവർ കാഷ്ടിച്ചും അതുപോലെ തന്നെ യൂറിൻ സ്പ്രേ ചെയ്തിട്ടുമാണ് ഇവരുടെ ടെറിട്ടറി മാർക്ക് ചെയ്യുന്നത്. ഇവരുടെ യൂറിൻ്റെയും അതുപോലെ തന്നെ ഈ കാഷ്ടത്തിൻ്റെയും രൂക്ഷഗന്ധം കിലോമീറ്ററുകളോളം ദൂരെയുള്ള മറ്റുള്ള ആനിമൽസിന്, മറ്റുള്ള കണ്ടാമൃഗങ്ങൾക്ക് അതറിയാൻ സാധിക്കുന്നതുകൊണ്ട് അവർ ഈ ഭാഗത്തേക്ക് കിടക്കാറുമില്ല. ഇവരുടെ ടെറിട്ടറി ആണെന്ന് അവർ മനസ്സിലാക്കുകയും ചെയ്യുന്നത് ഇങ്ങനെയാണ്.
നോക്കി കാട്ടുപോത്തും നമ്മുടെ കണ്ടാമൃഗം ഒറ്റ ഫ്രെയിമിൽ. ഇതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടെങ്കിൽ ഈ 2 റെയർ ഐറ്റംസും ഇവിടെ ആസാമിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇന്ത്യൻ ഹോഗ് ഡിയർ. കസിരംഗ നാഷണൽ പാർക്കിലെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു സസ്തന വിഭാഗമാണ് ഇവർ. ഇവരുടെ ശരീരത്തിന് ചെറിയൊരു പ്രത്യേകത കൂടിയുണ്ട്. വേനൽക്കാലത്ത് ചുവപ്പ് കലർന്ന തവിട്ട് നിറവും അതുപോലെ തന്നെ ശരീരത്തിൽ നേർത്ത വെളുത്ത പുള്ളികളും കാണാൻ പറ്റും. നമുക്ക് ഈ വിഷ്വലിൽ അത് നന്നായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ശീതകാലത്ത് തണുപ്പിൽ നിന്ന് സംരക്ഷണം നേടാനായിട്ട് ഇവിടെ രോമങ്ങൾക്ക് കട്ടി കൂടുതലും ഇരുണ്ട തവിട്ട് നിറമുള്ളതുമായിരിക്കും. അതായത് ഒരു ഡാർക്ക് ബ്രൗൺ കളറായിരിക്കും ആ സമയത്ത്. ഇതിൽ ആൺമാനുകൾക്ക് കൊമ്പുകൾ ഉണ്ടാവും. അത് ഏകദേശം 3 ശിഖരങ്ങളായിട്ട് ഉണ്ടാവാറുണ്ട്. പെൺമാനുകൾക്ക് കൊമ്പുകൾ ഉണ്ടാവില്ല. അതാണ് ഇവർ തമ്മിലുള്ള ഒരു വ്യത്യാസം. ഇവരെ മലയാളത്തിൽ പന്നിമാൻ എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ വാലിൻ്റെ അറ്റഭാഗത്ത് വൈറ്റ് നിറമുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും കണ്ട് ഭയന്ന് ഓടുന്ന സമയത്ത് വാൽ ഉയർത്തിയാണ് ഇവർ ഓടാറുള്ളത്. അപ്പോൾ മറ്റുള്ള മാനുകൾക്ക് അറിയാൻ പറ്റും അപകട സൂചനയാണെന്നുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ എല്ലാ നിർദ്ദേശങ്ങളും കമൻസായിട്ട് അയയ്ക്കുക. ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസും വിഷ്വൽസും നമ്മുടെ ചാനലുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ സഫാരി ടൈം തീർന്നിരിക്കുകയാണ്. നമ്മൾ മോർണിംഗും ഈവനിങ്ങും പോയിട്ടുള്ള 2 സഫാരിയാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത വിഷ്വൽസ് വരാനുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയുമാണ് ഈ ഒരു സോണിലെ വിശേഷങ്ങൾ. അപ്പോൾ പുതിയൊരു വീഡിയോയുടെ പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ.